ഒരു കുഞ്ഞു കൊച്ചൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഞാൻ പറയും പ്രത്യേകമായിട്ട് അവർക്ക് വേണ്ടി നമ്മുടെ വീടിനേക്ക് ഒന്ന് റീഡിസൈൻ ചെയ്യണം. കോവയ്ക്ക പയറൊക്കെ ഞങ്ങളുടെ വീട്ടിൽ വർഷങ്ങളായിട്ടുള്ള സാധനങ്ങളാണ്. പക്ഷേ ഈ വർഷം ആ കൺസെപ്റ്റൊക്കെ ഞങ്ങൾ മാറ്റി. ഞങ്ങളുടെ വീട്ടിൽ 10-14 കൂട്ടം പച്ചക്കറികളുണ്ടായിരുന്നു. അന്നാറോസിനിങ്ങനെ അറിവായി വരുവാണ്. അവളുടെ ഏറ്റവും നല്ല ഓർമ്മയിൽ പ്രകൃതിക്ക് നല്ലൊരു സ്ഥാനം ഉണ്ടാവണം. കാരണം നമ്മുടെ വീടിൻ്റെ പരിസരത്തോ അല്ലെങ്കിൽ നമ്മൾ നടന്നു പോകുമ്പോഴൊക്കെ ഒരു ചെടി വാടി നിൽക്കുമ്പോൾ അത് കാണാൻ പറ്റുന്നില്ലെങ്കിലുണ്ടല്ലോ, ഞാൻ പറയും അതൊരു വലിയ കുറവ് തന്നെയാണത്. അപ്പോൾ ഈ പച്ചക്കറി തൈകളെല്ലാം വാങ്ങാൻ പോയത് ഞങ്ങളാണ്, നട്ടത് ഞങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ വളർച്ചയിൽ ഇങ്ങനെ കൂടെ ഉണ്ടായിരുന്നുകൊണ്ടുണ്ടല്ലോ, ഈ കുഞ്ഞു പ്രായത്തിൽ തന്നെ ക്ഷമയോടെ കാത്തിരിക്കാനുള്ള എന്തോ സംഭവം അവൾ പഠിച്ചെന്ന് പറയാം. അന്നറോസിൽ കണ്ട മാറ്റം. അതുകൊണ്ട് ഞാൻ പറയാം, പ്രകൃതിയിലേക്കൊന്ന് ഇവരെ ഒന്ന് ഇറക്കി വിട്ടോ, നമ്മൾ വിചാരിക്കുന്നതിനപ്പുറത്തായിട്ട് ഈ പ്രകൃതി ഈ പിള്ളേരെ ഫോം ചെയ്യും. വാശി കുറയണോ? ബെസ്റ്റ് മെഡിസിൻ കല്ലും മണ്ണോ എന്ന് ഞാൻ പറയും. പിന്നെ ഇവർ എക്സ്പ്രസീവ് ആകണോ, അല്ലെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് ഇവർ സംസാരിക്കണോ? ഇവരെ ഇറക്കി വിടുന്നതിൻ്റെ അപ്പുറത്തായിട്ട് നമ്മളും കൂടെ ഉണ്ടായാലുണ്ടല്ലോ, ഇവരുടെ സംഭാഷണത്തിന് അതിരുകളില്ല. ചീനിക്ക് പൂ വന്നതും വെണ്ട പൂത്തതൊക്കെ നല്ല സമയമായിരുന്നു വീട്ടിൽ. ഇതൊക്കെ ഇത്രമാത്രം പൊട്ടിച്ചിരിക്കാനുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ട് കേട്ടോ, പൊട്ടിച്ചിരിക്കാനുണ്ട്. ഒരു മനുഷ്യൻ്റെ ഫോർമേഷനിൽ ഇൻ്റഗ്രൽ ഗ്രോത്ത് സംഭവിക്കണമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ വീട്ടിൽ നിന്ന് അംഗൻവാടി ചെന്നപ്പം അംഗൻവാടിയിലുണ്ട് കുറേ ചെടിച്ചട്ടിയും പച്ചക്കറികളൊക്കെ. എന്തൊക്കെ പറഞ്ഞാലും ഓരോ സെക്കൻഡിലും തരുന്ന ശ്വാസം തരുന്ന ആൾക്കാരെയൊക്കെ മറന്നാൽ നമ്മൾ ജീവിക്കുന്നെങ്കിലുണ്ടല്ലോ, അതൊന്നും ഒരു ജീവിതമൊന്നും അല്ല. ദൈവം അനുഗ്രഹിക്കട്ടെ.